जय प्रभुपाद जय प्रभुपाद जय प्रभुपाद श्रील प्रभुपाद जय प्रभुपाद जय प्रभुपाद जय प्रभुपाद. ശ്രീല പ്രഭുപാദിന്റെ ലീലാമൃതയിലെ വോളിയം 7 വായിച്ച കാര്യമാണ്. യഥാർത്ഥത്തിൽ ലീലാമൃത 6 വോളിയത്തിൽ തീരും. പിന്നെ അഡീഷണൽ പാസ് ടൈംസ് എന്ന് പറഞ്ഞ് സത്സ്വരൂപ മഹാരാജ് കുറച്ച് പ്രഭുപാദിന്റെ ചെറിയ ചെറിയ ലീലകൾ വിവരിക്കുന്ന ബുക്കാണ് വോളിയം 7. അപ്പോൾ അതിങ്ങനെ കണ്ടിന്യൂസ് അല്ല, ഒരു കഥ പോലെയല്ല. മറ്റേ ലീലാമൃത നോക്കിയ ഒരു കഥ പോലെയാണ്. ശ്രീല പ്രഭുപാദ് ജനിച്ചത് മുതൽ ഈ ഭൂമിയിൽ നിന്ന് തിരിച്ചു പോകുന്ന വരെയുള്ള ഒരു കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. പക്ഷെ ഇതിനകത്ത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കുള്ള ചെറിയ ചെറിയ വിട്ടുപോയ ലീലാമൃതയിൽ ആദ്യത്തെ വിട്ടുപോയ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഓരോ ചെറിയ കാര്യങ്ങളിലൂടെയും ശ്രീല പ്രഭുപാദ് ശിഷ്യന്മാരെ ഒരുപാട് കാര്യങ്ങൾ ഉത്ബോധിപ്പിക്കുന്നുണ്ട്. അപ്പം അത് ഒരു ഇതാണ് അതിനകത്ത്. അപ്പോൾ അതിനകത്ത് ഗോവിന്ദ എന്ന് പറഞ്ഞ ഡിവോട്ടി, അദ്ദേഹം ഒരു വട്ടം പ്രഭുപാദിന്റെ അടുത്ത് ചെന്നു. അദ്ദേഹം പടം വരയ്ക്കുന്ന ഡിവോട്ടിയാണ്. നമ്മുടെ കൃഷ്ണ ബുക്കിലൊക്കെ പടങ്ങളൊക്കെ ഇവരും ഗോവിന്ദ, മുരളീധര, മറ്റ് ജദുറാണി അവരൊക്കെയാണ് വരച്ചത്. അപ്പോൾ അദ്ദേഹത്തിന്റെ പടം എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പ്രഹ്ലാദ് മഹാരാജ് ഇരിക്കുന്ന സമയത്ത് ഒരു തിളച്ച എണ്ണയിൽ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ അദ്ദേഹം കൈകൂപ്പി ഇങ്ങനെ ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ചുറ്റും കുറച്ച് അസുരൻ. ഇത് അവരുടെ ഊഹത്തിലാണ് അവർ വരയ്ക്കുന്നത്. അവർ യഥാർത്ഥത്തിൽ പ്രഭുപാദ് അത് പറയുന്നു. പക്ഷെ അവരുടേതായ ഇതിലെടുത്തിട്ട് അതിന്റെ ചുറ്റും അസുരന്മാർ നിൽക്കുന്ന വരയ്ക്കുകയാണ്. അപ്പൊ അദ്ദേഹം തോന്നി കുറച്ച് അസുരന്മാരെയും കൂടെ ഇതിന്റെ ചുറ്റും വരയ്ക്കണം എന്ന് വെച്ചാൽ അങ്ങനെ അദ്ദേഹം കുറെ വരച്ചിട്ട് അദ്ദേഹം ആ പടവുമായിട്ട് പ്രഭുപാദിന്റെ അടുത്തെത്തിയിട്ട് പ്രഭുപാദിനെ കാണിച്ചപ്പോഴത്തേന് പ്രഭുപാദ് പറഞ്ഞു, ശരിയാണ്, ഇത് തന്നെയാണ്, ഇങ്ങനെ തന്നെയാണ് വരയ്ക്കേണ്ടത്, ഇതാണ് അസുരന്മാരെന്ന് പറഞ്ഞു. എന്നിട്ട് പ്രഭുപാദ് പറഞ്ഞു, ഈ അസുരന്മാർ ഇപ്പോഴും ഈ ലോകത്തിലും ഉണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു. അന്നേ ഗോവിന്ദ് പറഞ്ഞു, അതെനിക്ക് അറിയത്തില്ലായിരുന്നു എന്നുള്ള കാര്യം ഇങ്ങനെ പറഞ്ഞു. പിന്നെ പ്രഭുപാദ് തിരിച്ചു പറഞ്ഞു, അദ്ദേഹത്തിനെ നോക്കിയിട്ട് പറഞ്ഞു, നിനക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ള കാര്യം ഇങ്ങനെ അദ്ദേഹത്തിന് പറഞ്ഞു. അപ്പൊ അതിൽ നിന്ന് അദ്ദേഹം തന്റെ സാക്ഷാത്കാരം പറയുന്നത്, പ്രഭുപാദ് ഓരോ ഇതിലും കൂടെ നമ്മളെ മനസ്സിലാക്കിപ്പിക്കുകയാണ്, നമ്മുടെ അറിവ് എത്ര തുച്ഛമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിപ്പിക്കുകയാണ് എന്നുള്ളത് പ്രഭുപാദ് അതിനകത്തൂടെ കാണിച്ചു തരികയാണ് എന്നുള്ളത്. നമുക്ക് പൊതുവേ ഈ ലോകത്തിനെ കുറിച്ചൊരു ജ്ഞാനം ഉണ്ടെന്ന് നമുക്കൊരു ധാരണയുണ്ട്. പക്ഷെ അത് പ്രോപ്പർ അല്ല എന്നുള്ളത് പ്രഭുപാദ് വീണ്ടും മനസ്സിലാക്കിപ്പിക്കുകയാണ്. വേറൊരു ഇതില് ജയപ്രതാക സ്വാമി അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അദ്ദേഹം മോൺട്രയിൽ വെച്ച് നിൽക്കുന്ന സമയത്ത് പ്രഭുപാദിനെ കണ്ടു. പ്രഭുപാദ് ഒരു ദിവസം അദ്ദേഹത്തിന്റെ റൂമിൽ ഒരു ചെറിയൊരു പാറ്റയുണ്ടായിരുന്നു. അപ്പൊ പ്രഭുപാദ് പോയി അതിനെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പുറത്തേക്ക് വന്നിട്ട് ജനലിൽ തുറന്നിട്ട് പ്രഭുപാദ് ഇങ്ങനെ ഇടുന്നതിന് മുമ്പ് പ്രഭുപാദ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിനക്ക് വലിയൊരു ലോകം തരികയാണ്, നീ പോയി അതിൽ ആസ്വദിച്ചോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇട്ടിട്ട് ജനലങ്ങ് അടച്ചു പ്രഭുപാദ്. അപ്പൊ അദ്ദേഹം പറയുന്നത്, ഒരു ഭഗവാന്റെ സർവീസിന് പ്രോപ്പറാണ്, അങ്ങനെ ക്ലീൻനെസ് വേണം എന്നുള്ളത്. പക്ഷെ അതുപോലും ചെയ്യുമ്പം എത്ര മൃദുവായിട്ടാണ് ശ്രീല പ്രഭുപാദ് ചെയ്യുന്നത് എന്നുള്ളത് അദ്ദേഹത്തിന് അതിൽ നിന്ന് അത് കണ്ടപ്പോൾ മനസ്സിലായി എന്നുള്ളത് അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തിന്റെ സാക്ഷാത്കാരം പറയുന്നുണ്ട്. പിന്നെ വേറൊരു സ്ഥലത്ത് ഉപേന്ദ്ര എന്ന് പറഞ്ഞ ഒരു ഡിവോട്ടി അദ്ദേഹം ഒരു വട്ടം രാവിലെ നോക്കിയപ്പോഴും പ്രഭുപാദ് രാവിലെ എഴുന്നേക്കും, ഡിക്റ്റേഷനൊക്കെ ചെയ്യും. ഡിവോട്ടീസൊക്കെ ആ സമയത്ത് 5 മണി, അന്ന് മംഗളാരതി ഒന്നും ഇല്ലായിരുന്നു പ്രഭുപാദിന്റെ ആദ്യ ഇനിഷ്യൽ കാലഘട്ടത്തിൽ. പിന്നാണ് പ്രഭുപാദ് ഓരോന്നോരോന്നും മംഗളാരതി, തുളസി വർഷിപ്പൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പം പ്രഭുപാദ് പ്രഭുപാദ് ബുക്കൊക്കെ എഴുതി കഴിഞ്ഞ് രാവിലെ കുളിച്ച് തിലകം ഇടും. അപ്പൊ 5 മണിയാകുമ്പോഴത്തേന് ബെല്ല് കേൾക്കും. പ്രഭുപാദ് പേഴ്സണലി ആരതി ചെയ്യുന്ന സമയത്ത് ഡിവോട്ടീസ് കയറി വരും കാണാനായിട്ട്. അവർ 5 മണിക്ക് എഴുന്നേറ്റാണ് വരുന്നത്. അപ്പൊ പ്രഭുപാദ് ഇങ്ങനെ ഇത് ചെയ്യും. അപ്പൊ പ്രഭുപാദ് നമുക്ക് നല്ല തിലകം ഇട്ടിരിക്കുന്നത്. തിലകം ഇടുന്നതെന്ന് വെച്ചാൽ കൃഷ്ണന്റെ പിക്ചർ അടുത്തുണ്ടാവും, അൾട്ടർ ഉണ്ടാവും. അൾട്ടറിന്റെ മുമ്പിൽ വെച്ചാണ് പ്രഭുപാദ് തിലകം ഇടുന്നത്. ചെറിയ കണ്ണാടി ഉണ്ടാവും, ഇങ്ങനെ തിലകം ഇടുന്നു. അപ്പൊ ഇദ്ദേഹം വന്നിട്ട് ഇത് കണ്ടപ്പം
പ്രഭുപാദിനോട് ചോദിച്ചു, ബാത്റൂമിൽ വെച്ച് തിലകം ഇടാൻ പറ്റുമോ എന്നുള്ള കാര്യം ചോദിച്ചു. പിന്നെ പ്രഭുപാദ് പറഞ്ഞു, പാടില്ല, നീ ഇതേപോലെ വേണം ഇടാൻ, കൃഷ്ണന്റെ മുമ്പിൽ വെച്ച് വേണം ഇടാനായിട്ട് എന്ന് പറഞ്ഞു, തിലകം ഇടാനായിട്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഉപേന്ദ്ര പറഞ്ഞു, ഞാൻ ഒരുപാട് ഡിവോട്ടീസ് കാണുന്നുണ്ട്, അവരെല്ലാം ബാത്റൂമിൽ വെച്ചാണ് തിലകം ഇടുന്നത് എന്ന് പറഞ്ഞു. പിന്നെ പ്രഭുപാദ് ഇമ്മീഡിയറ്റ്ലി അതിനകത്ത് പറഞ്ഞു, അത് നീ വലിയ കാര്യമാക്കേണ്ട ആവശ്യമില്ല, ഇതിനെക്കുറിച്ചൊന്നും അത്ര ബോധർ ചെയ്യണ്ട, ജപിച്ചാൽ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചാൽ മതി എന്നുള്ള രീതിയിൽ ഇങ്ങനെ പ്രഭുപാദ് പറഞ്ഞു. അപ്പം അതിൽ നിന്ന് ഉപേന്ദ്രൻ മനസ്സിലാക്കി നമുക്ക് തരുന്നത്, ആചാര്യനാണ്, പെർഫെക്റ്റ് ആചാര്യനാണ്. അദ്ദേഹത്തിന് ഏത് തരത്തിലുള്ള റൂൾസ് റെഗുലേഷൻ അത്രയധികം എംഫസിസ് കൊടുക്കണം, അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണം, ഏതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്ന് അദ്ദേഹത്തിന് പെർഫെക്റ്റ് ആയിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് അതിന് വലിയൊരു ഇഷ്യൂ ആക്കി എടുത്തില്ല അദ്ദേഹം ആ ഒരു പറയുന്നതിനെ. നിങ്ങൾ അതിനെക്കുറിച്ച് എത്ര ബോധർ ചെയ്യേണ്ട, ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചാൽ മതി എന്നുള്ള രീതിയിൽ പ്രഭുപാദ് അതിനകത്ത് പറഞ്ഞു. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ പ്രഭുപാദ് ശിഷ്യന്മാരെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിപ്പിച്ചു കൊടുത്തു എന്നാണ് അതിനകത്ത് പറയുന്നത്.